സംസ്ഥാനത്തെ സർവകലാശാലകളിലും സ്പ്രിംഗ്ലർ മോഡൽ ഡേറ്റ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത. കരിമ്പട്ടികയിൽപ്പെട്ട സോഫ്റ്റ്വെയർ കമ്പനിക്ക് 10 ലക്ഷം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറുന്നു എന്നതാണ്. UDFിന്റെ കാലത്ത് ആരംഭിച്ച അസാപ്പ് എന്ന സ്ഥാപനത്തെ 2021 കമ്പനിയാക്കിയത് ഈ ഡേറ്റ തട്ടിപ്പിന് കളമൊരുക്കാൻ. അസാപ്പ് ഇടനിലക്കാരൻ ഡേറ്റ കൈമാറുന്നത് ടെൻഡർ പങ്കെടുക്കാത്ത MKCL-ന്. ശാലിനിയാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ശാലിനി, ആദ്യ വാർത്തയുടെ വിശദാംശങ്ങൾ. അനു സൂചിപ്പിച്ചതുപോലെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കും നാളുകൾക്കും മുൻപ് ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ സ്പ്രിംഗ്ലർ തട്ടിപ്പ്, ഡേറ്റ തട്ടിപ്പ്. അന്ന് വലിയ രീതിയിൽ സർക്കാർ പ്രതിരോധത്തിലായതുമാണ്. സമാനമായ അന്ന് ആരോഗ്യ മേഖലയിലായിരുന്നു ആ തട്ടിപ്പ് നടന്നതെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലേക്ക് തട്ടിപ്പിന്റെ രൂപവും ഭാവവും മാറി, തട്ടിപ്പ് രീതിയും മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിക്ക്, ഒരു ടെൻഡർ നടപടികളിൽ പോലും പങ്കെടുക്കാത്ത ഒരു കമ്പനിക്കാണ്, അതായത് മഹാരാഷ്ട്ര നോളേജ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിക്ക്, MKCL എന്ന് പറയുന്ന കമ്പനിക്കാണ് ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ, അതും കോളേജ് വിദ്യാർത്ഥികളുടെ, വിവിധ സർവകലാശാലകളുടെ വിദ്യാർത്ഥികളുടെ ഡേറ്റ നൽകാനായി സർക്കാർ ഒരുങ്ങുന്നത്. വലിയ രീതിയിലുള്ള ക്രമക്കേടും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ചട്ടലംഘനങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വിദഗ്ധർ അടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. അതായത് UDF സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് കൊണ്ടുവന്നതാണ് അസാപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അസാപ്പ് എന്ന രീതി. ആ അസാപ്പ് എന്ന് പറയുന്ന പദ്ധതിയുടെ അല്ലെങ്കിൽ ആ ഒരു നടത്തിപ്പിന്റെ കീഴിൽ അതിനെ ഒരു സ്വതന്ത്ര കമ്പനിയാക്കി ഇടത് സർക്കാർ മാറ്റി. അതിന്റെ മറവിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021 സ്വതന്ത്ര കമ്പനിയാക്കിയ അസാപ്പിന്റെ മറവിൽ KREAP എന്ന് പറയുന്ന ഒരു കരാർ അത് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ 10 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളുടെ രേഖകൾ കൈമാറാനായി, അതും ഒരു ചട്ടങ്ങളും പാലിക്കാതെ, ചട്ടങ്ങൾ പാലിക്കാതെ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടത്തി കരിമ്പട്ടികയിൽപ്പെട്ട ഒരു കമ്പനിക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് കോളേജുകളിലെ മുഴുവൻ വിദ്യാർത്ഥികൾ, അതായത് എല്ലാ സർവകലാശാലകളിലെയും കോളേജുകളിലെയും മുഴുവൻ വിദ്യാർത്ഥികളുടെയും എല്ലാ ഡേറ്റകളും ഈ KREAP എന്ന് പറയുന്ന സെർവറിൽ അപ്ലോഡ് ചെയ്യണം. ആ അപ്ലോഡ് ചെയ്തതിന് ശേഷം സർവകലാശാലകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിലൊരു നടപടി സർക്കാർ നടത്തുന്നത്. പക്ഷേ അസാപ്പ് എന്ന പേരിൽ 2012 ആരംഭിച്ച സ്ഥാപനത്തെ 2021 ഒരു സർക്കാർ കമ്പനിയാക്കി മാറ്റി ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്താനാണ് തുടക്കം മുതൽ, അതല്ലെങ്കിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതിനൊരു നീക്കം സർക്കാർ തലത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ വിരമിച്ച IAS ഉദ്യോഗസ്ഥ ഉഷ ടൈറ്റസ് ആണ് അസാപ്പ് കമ്പനിയുടെ തലപ്പത്തുള്ളത്. ഈ ഒരു കരാറ് വരുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ ഡേറ്റകൾ കൈവിട്ടു പോകും. ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ നടത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു ചട്ടലംഘനമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ അസാപ്പ് സോഫ്റ്റ്വെയർ തയ്യാറാക്കാനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ല എങ്കിലും അസാപ്പിനെ ഒരു കമ്പനിയാക്കി മാറ്റി സോഫ്റ്റ്വെയറിന്റെ ചുമതല ഏൽപ്പിച്ചതിൽ വലിയ രീതിയിലുള്ള ദുരൂഹതകളുണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ളവരടക്കം ചൂണ്ടിക്കാട്ടിയതാണ്. അതെല്ലാം മറികടന്നുകൊണ്ടാണ് സർക്കാർ തന്നിഷ്ടത്തിന് ആരോഗ്യ മേഖലയിൽ നടത്തിയതിന് സമാനമായി, അതായത് സ്വകാര്യ വിവരങ്ങൾ അടക്കം വരുന്ന വിവരങ്ങൾ ഒരു കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനിക്ക് നൽകാനായി സർക്കാർ നീങ്ങുന്നത്. അത് മാത്രമല്ല ഈ MKCL എന്ന് പറയുന്ന കമ്പനി കരിമ്പട്ടികയിൽ പെട്ടത് വലിയ രീതിയിലുള്ള ചട്ടലംഘനങ്ങളും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ക്രമവിരുദ്ധ നടപടികളും നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്ര തുടരുക. ഒന്നിടപെടുകയാണ്. ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അംഗം ശ്രീ RS ശശികുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ RS ശശികുമാർ, കരിമ്പട്ടികയിൽപ്പെട്ട ഒരു കമ്പനിക്കാണ് ഇത്തരത്തിൽ 10 ലക്ഷം വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഇതിനെ ഏത് രീതിയിലാണ് താങ്കൾ കാണുന്നത്? വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിലുള്ള ഡേറ്റാസ് മുഴുവനും സ്പ്രിംഗ്ലറിന് കൊടുക്കുന്ന ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. ആ വിവാദം ഇന്ന് ഹൈക്കോടതി കേസിന്റെ വക്കത്താണ്. ഇപ്പോൾ അതിന് സമാനമായ മറ്റൊരു ഡേറ്റ തട്ടിപ്പാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് പുതിയ സിസ്റ്റത്തിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയും ഒരു ABC എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. എങ്കിൽ മാത്രമേ ഇതര സർവകലാശാലകളിലെ ക്രെഡിറ്റ് വിദ്യാർത്ഥികൾക്ക് മാറ്റാൻ കഴിയുള്ളൂ. അത് കേരളത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് സംസ്ഥാന സർക്കാർ KREAP എന്ന ഒരു പുതിയ സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം കെയിലാണല്ലോ ഇപ്പോഴേ. അപ്പൊ KREAP തീരുമാനിച്ചതിന് ശേഷം
കെയർ റീപ്പ് അസാപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു സ്ഥാപനത്തിന് കൈമാറി. ഈ അസാപ്പ് 2012 UDF ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ചതാണ്. അത് വിദ്യാർത്ഥികൾക്ക് ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ജോലി സാധ്യത ഉണ്ടാക്കുന്നതിനും അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള സ്ഥാപനമാണ് കെയറീപ്പ്. കെയറീപ്പിനെ 2021 കമ്പനിയായി കൺവെർട്ട് ചെയ്തുകൊണ്ട് റിട്ടയർ ചെയ്ത IAS ഓഫീസറായ ഉഷ ടൈറ്റസിനെ അതിന്റെ ചെയർമാനായി നിയമിച്ചു. ഇതെല്ലാം വളരെ ആസൂത്രിതമായിട്ടാണ്. അതിനുശേഷം ഗവൺമെന്റ് കെയറീപ്പ് എന്ന് പറയുന്ന പദ്ധതിക്ക് ടെൻഡർ വിളിച്ചതിന് ശേഷം ഈ അസാപ്പ് എന്ന് പറയുന്ന കമ്പനിക്ക് കെയറീപ്പിന്റെ ചുമതലയേൽപ്പിക്കുന്നു. അസാപ്പിന് ഇങ്ങനെയുള്ള ടെക്നിക്കൽ നോവൊന്നുമില്ല. അപ്പോൾ അസാപ്പ് ഇത് MKCL എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു കമ്പനിക്ക് മറിച്ചു കൊടുക്കുന്നു. മഹാരാഷ്ട്ര എന്ന് പറയുന്ന കമ്പനി മഹാരാഷ്ട്രയിലെ 10 സർവകലാശാലകൾ, ഏറ്റവും പ്രധാനപ്പെട്ട പൂന സർവകലാശാല ഉൾപ്പെടെ നാഗ്പൂർ സർവകലാശാല ഉൾപ്പെടെയുള്ള ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തിയിരിക്കുന്ന ഒരു സർവകലാശാല ഒരു കമ്പ്യൂട്ടർ കമ്പനിയാണ്. ആ MKCLന് അസാപ്പുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി അസാപ്പ് ഇടനിലക്കാരനായിരുന്നതുകൊണ്ട് MKCLന് കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ ഡേറ്റ മുഴുവനും അവരുടെ ഈ പറഞ്ഞ അവരുടെ ആധാർ ഉൾപ്പെടെ അവരുടെ മാർക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് കൈമാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ 10 ലക്ഷം കുട്ടികളുടെ ഡേറ്റാസ് കൂടി മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ സർവകലാശാലകൾക്ക് ഇതിനകത്ത് ഒരു റോളുമില്ല. അപ്പൊ സർവകലാശാലകൾ നേരിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കണമെന്നുള്ളതാണ് IT നിയമം. ഒരു മൂന്നാം ഏജൻസി ഏൽപ്പിക്കാൻ പാടില്ല. ഗുരുതരമായ വീഴ്ചയാണ്. ഇതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഉണ്ട്. തീർച്ചയായിട്ടും സോഫ്റ്റ്വെയറുമായിട്ടുള്ള ഇടപാടായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളും ഇതിനകത്ത് ഉണ്ടാവുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വളരെ ഗുരുതരമായ കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ ഭാവിയെ തകർക്കുന്ന, കുട്ടികളുടെ പരീക്ഷാ മാർക്ക് ലിസ്റ്റിൽ എന്ത് കൃത്രിമവും കാണിക്കാൻ കഴിയുന്ന ഒരു കമ്പനിയിലേക്ക് കേരളത്തിലെ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുടെ മാർക്കുകൾ മുഴുവനും മാറ്റാൻ തീരുമാനിക്കുക. അത് സർവകലാശാലയ്ക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സർക്കാരിന്റെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്നാണ് അറിയാമല്ലോ. രാജൻ ഗുരുക്കൾ എന്ന് പറയുന്ന ഒരു ചെയർമാൻ, പാർട്ടിയുടെ ചെയർമാനാണ്. അദ്ദേഹവും അസാപ്പിൽ ഉഷ ടൈറ്റസും കൂടി ഇരുന്ന് ഈ ജോലി മുഴുവനും മഹാരാഷ്ട്രയിലെ കരിമ്പട്ടികയിൽപ്പെട്ട ഒരു ഏജൻസിക്ക് നൽകുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ ഇത് വിഷയമാണ്. ഇത് അടിയന്തരമായി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഇതിൽ നിന്നും ഗവൺമെന്റ് പിന്നോട്ട് പോകണം. എന്തായാലും ഈ എഗ്രിമെന്റ് ടെൻഡർ വിളിച്ചപ്പോഴേക്കും സീഡിറ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി, IIT മദ്രാസ് തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ഉള്ളപ്പോഴാണ് യാതൊരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാത്ത ഉഷ ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള അസാപ്പിന് ഈ പണി കൈമാറ്റം ചെയ്തു. അപ്പോൾ കേരളത്തില് ഈ 2021 അസാപ്പിനെ കമ്പനിയാക്കി മാറ്റിയെല്ലാം ഇതെല്ലാം ദൂരെ കൂട്ടിക്കൊണ്ടുകൊണ്ടാണ്. ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം, വാസ്തവത്തിൽ ഇത് വളരെ ഗുരുതരമായ ഉന്നത തരത്തിലുള്ള CBIയുടെ അന്വേഷണം തന്നെ നടത്തേണ്ട കാര്യമാണ്. ഇത് കുട്ടികളുടെ ഡേറ്റ തട്ടിപ്പിന്റെ ഭാഗമാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിലെ ജോലികൾ മുഴുവൻ സ്പ്രിംഗറിനെ ഏൽപ്പിച്ചതുപോലെയുള്ള മറ്റൊരു തട്ടിപ്പാണ്. ഇത് അടിയന്തരമായി നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇന്ന് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. അതെ, വളരെ നന്ദി ശ്രീ RS ശശികുമാർ പ്രതികരിച്ചതിന്. ശാലിനിയിലേക്ക് വീണ്ടും പോകുകയാണ്. ശാലിനി, ഇത്തരത്തിൽ കോടികൾ മറിയുന്ന ഒരു ഇടപാടാണ്. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ MKCL നേരത്തെ മുൻപും കരിമ്പട്ടികയിൽപ്പെട്ടതാണ്. വലിയ രീതിയിൽ റിസൾട്ട് വരുന്നതിൽ, പരീക്ഷാ ഫലം വരുന്നതിലൊക്കെ കാലതാമസം കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണ്. അവർക്കാണ് ഇത്തരത്തിൽ ഈ 10 ലക്ഷം വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഈ കമ്പനി യാതൊരു ടെൻഡർ നടപടികളും പൂർത്തിയാക്കാതെയാണ് വന്നത് എന്നുള്ളതുമാണ് ശ്രദ്ധേയം. ഇതിൽ പല ഉന്നത ഇടപാടുകളും ഉണ്ട് എന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. രോഹിണി, അത് തന്നെയാണ് പല ഘട്ടങ്ങളിലും സർക്കാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, എല്ലാ രീതിയിലുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് പല കരാറുകളും സംസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള ഈ MKCL എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ഒരു രീതിയിലും കരാറോ അല്ലെങ്കിൽ ടെൻഡർ നടപടികളിലോ പങ്കെടുക്കാതെയാണ് ഈ കമ്പനിക്ക് നേരിട്ട് സർക്കാർ ഇടപാടുകൾ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ ഈ ഒരു കമ്പനിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ വിപുലമായ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ വികസിപ്പിക്കുന്നതിൽ വൈദഗ്ധ്യമില്ലാത്ത ഒരു കമ്പനിയാണ്. ഒപ്പം തന്നെ ഈ സോഫ്റ്റ്വെയർ പിഴവും ഒപ്പം തന്നെ നിലവാരമില്ലാത്ത സേവനവും കാരണം നാഗ്പൂർ സർവകലാശാല 2022 MKCLന്റെ സേവനം അവസാനിപ്പിച്ചതാണ്. കൂടാതെ മുംബൈ സർവകലാശാലയിലും ഇവർക്കെതിരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്നിരുന്നു. അവരും ഈ കമ്പനിയുമായിട്ടുള്ള കരാറുകൾ അവസാനിപ്പിച്ചതാണ്. അത്തരത്തിൽ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സർവകലാശാലകളൊക്കെ ഒഴിവാക്കിയ ഒരു കമ്പനിയെ യാതൊരു രീതിയിലുമുള്ള പഠനം നടത്താതെ അവരുമായുള്ള ഒരു കരാർ, അതും ഒരു ടെൻഡറിൽ പോലും പങ്കെടുക്കാതെ കരാർ കൊടുക്കുമ്പോൾ
സ്വാഭാവികമായും ആർ എസ് ശശികുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ ഈ IT ഇടപാടൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് അതിന്റെ ഇടപാടുകൾ ഉണ്ടായേക്കാം. അദ്ദേഹത്തിന്റെ മകൾ അടക്കമുള്ളവർക്കും ഇതിൽ പങ്കുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഇത്തരം ഒരു കമ്പനിയെ കോടികൾ മറിയുന്ന ഇടപാടുകളിലേക്ക് ആനയിക്കുന്നതിന് പിന്നിൽ ഉന്നത ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളൊരു ആക്ഷേപം ഈ ഘട്ടത്തിൽ തന്നെ ഉയരുകയാണ്. ഒരുപക്ഷെ എന്ത് സുരക്ഷിതത്തിന്റെ പേരിലാണ് സർവകലാശാലകളിലെ 10 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ, ഡേറ്റകൾ അത് പുറത്തേക്ക് പോകുന്നു. അവരുടെ പരീക്ഷാ മാർക്ക് ലിസ്റ്റിനെയും അവരുടെ വ്യക്തിഗത വിവരത്തെ അടക്കം ഇത് ബാധിച്ചേക്കാം എന്നുള്ള ആരോപണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ പൊതുവായി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പദ്ധതിയിൽ ഈ ഒരു താല്പര്യം പ്രകടിപ്പിച്ച കമ്പനികളെയും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി സർവകലാശാല പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് മുന്നിൽ ഒരു അവതരണം നടത്തിയിരുന്നു. എങ്ങനെയാണ് ഈ പദ്ധതി അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് ഏതൊക്കെ രീതിയിലാകാമെന്നൊക്കെ. പക്ഷേ ഈ ഒരു MKCL-മായി ബന്ധപ്പെട്ട് കരാർ ഒപ്പുവെക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ചകളോ അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തി അവരെങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊന്നും ചോദിക്കാതെ ഇത്രയധികം സർവകലാശാലകളുടെ വിദ്യാർത്ഥികളുടെ ഡേറ്റകൾ കൈമാറുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്കയായി നിലനിൽക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ വഴിവെച്ചേക്കാം എന്നുള്ളതിൽ സംശയമില്ല. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സ്പ്രിംഗ്ലർ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും ഹൈക്കോടതിയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് സമാന രീതിയിൽ തന്നെ ഇത്തരത്തിലൊരു തട്ടിപ്പ് സംസ്ഥാനത്ത് നടക്കുന്നത്. അതും സർക്കാർ തന്നെ അതിന് നേരിട്ട് ഇടപാടുകൾ നടത്തുന്നു. വർഷങ്ങൾക്ക് മുൻപേ അതിന് ചില ഗൂഢാലോചനകൾ നടന്നു. അതായത് അസാപ്പിനെ അടക്കം സ്വകാര്യ കമ്പനിയാക്കി അതിന് കീഴിൽ കേറിപ്പ് കൊണ്ടുവരുന്നു. അതിന്റെ കീഴിലാണ് ഇത്തരത്തിൽ ആ ഒരു നടപടികളൊക്കെ നടക്കുന്നത്. വളരെ നീണ്ട ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. അപ്പോൾ വളരെ നാളുകൾക്ക് മുൻപേ തന്നെ ഇതിന്റെ പദ്ധതികൾ നടന്നിരുന്നു എന്നുള്ള കൃത്യമായ രേഖകളും തെളിവുകളുമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ തന്നെ നിയോഗിച്ച ഡോക്ടർ ശ്യാംബി മേനോൻ അധ്യക്ഷനായ ഒരു ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷനുണ്ട്. ഡോക്ടർ CT അരവിന്ദ് കുമാർ അധ്യക്ഷനായ പരീക്ഷാ പരിഷ്കരണ കമ്മീഷനുണ്ട്. ഇവരുടെ ഒക്കെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുകയും ഒപ്പം തന്നെ പരീക്ഷാ നടത്തിപ്പിന് ആ തുടരുക. ABVP പ്രതിനിധി ശ്രീ ഈശ്വർ പ്രസാദ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന്. ശ്രീ ഈശ്വർ പ്രസാദ്, ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. സ്പ്രിംഗ്ലർ മോഡൽ തട്ടിപ്പ് നമ്മുടെ സർവകലാശാലകളിലും ഉണ്ട് എന്നത്. അത് മാത്രമല്ല, ഇതിന് പിന്നിൽ വ്യക്തമായൊരു ആസൂത്രണം ഉണ്ടായിരുന്നു എന്നതാണ് ഉയരുന്ന ഒരു ആരോപണം. അത് സർക്കാർ തലത്തിൽ തന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു കമ്പനിക്ക് യാതൊരു രേഖയും അല്ലെങ്കിൽ ആരെയും വിശ്വാസത്തിലെടുക്കാതെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഡേറ്റ ഉൾപ്പെടെയുള്ളവ കൈമാറുക എന്നൊക്കെ പറയുമ്പോൾ ഏത് വിധത്തിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം, ഈ സർക്കാർ കഴിഞ്ഞ കുറെ കാളുകളായിട്ട് ഇത്തരം തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സാന്റാമോണിക്ക പോലുള്ള ഏജൻസികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ഇത്തരത്തിൽ കരിമ്പട്ടികൾപ്പെട്ട ഏജൻസികളെ പല കാര്യങ്ങളും ഏൽപ്പിക്കുക, ഇങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികളെ മൊത്തം ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണിത്. ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് കൂടുതൽ അന്വേഷിച്ചാൽ പല കാര്യങ്ങളിലേക്ക് പല സർവകലാശാലയിലും എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ചാൽ ഇതിലും വലിയ സംഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലാണ് സർവകലാശാലകളെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഗവർണർ ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം. അത് കേന്ദ്ര ഏജൻസികളോ അല്ലെങ്കിൽ ജുഡീഷ്യറി തരത്തിലുള്ള അന്വേഷണമോ നടത്തിയാൽ അത്രയും നല്ലത്. കാരണം നമുക്കറിയാം, കേരളത്തിലെ സർക്കാർ ഇതിനെ അട്ടിമറിക്കുന്ന രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ അന്വേഷണം നടക്കണം, നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ABVPയുടെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി ശ്രീ ഈശ്വർ പ്രസാദ് പ്രതികരിച്ചതിന്. ശാലിനി തുടരുകയാണ്. ശാലിനി, ഈ ഡേറ്റ കൈമാറ്റം, വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറ്റം, അതും കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു കമ്പനിക്ക് എന്നത് തന്നെ ഈ വാർത്തയെ വേറിട്ട് നിർത്തുന്നു. അത് മാത്രമല്ല, ഇതിൽ ആസൂത്രണ നീക്കം ഉണ്ടാകുന്നത് സർക്കാരിൻ്റെ നേരെയും അതോടൊപ്പം തന്നെ പ്രധാനമായും മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒക്കെ നേരെയും വിരൽ ചൂണ്ടുന്നൊരവസ്ഥയും. അത് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്തെ സർവകലാശാലകൾ മുഴുവൻ സർക്കാരിന് കീഴിലാക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കീഴിലാക്കാൻ, അവർക്ക് ഇഷ്ടപ്പെട്ട നിയമനങ്ങൾ നടത്താൻ, ഇഷ്ടപ്പെട്ട രീതിയിൽ പരീക്ഷാ നടത്തിപ്പ് നടത്താൻ, ഒപ്പം തന്നെ ഇഷ്ടപ്പെട്ട രീതിയിൽ സർട്ടിഫിക്കറ്റ് വിതരണവും ഒക്കെ നടത്താനുള്ള ശ്രമങ്ങൾ വളരെ നാളുകളായി നടക്കുകയാണ്. ഇതിന്റെ ഭാഗമൊക്കെയാണ് ഈ സർവകലാശാല ഭേദഗതി ബില്ലടക്കം സർക്കാർ നിയമസഭയിൽ കൊണ്ടുവരികയും അത് പാസാക്കി ഗവർണറുടെ അടുത്തേക്ക്, രാജ്ഭവനിലേക്ക് അയക്കുകയും ചെയ്തത്. പക്ഷേ അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഒപ്പം തന്നെ ആശങ്കകളും
ആശങ്കകളും പ്രകടിപ്പിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് ഒപ്പുവെക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ആ ബില്ല് രാഷ്ട്രപതി ഭവനിൽ തുടരുകയുമാണ്. സമാനമായി തന്നെയാണ് സർവകലാശാലകളിൽ കൂടുതൽ രീതിയിൽ പിടിമുറുക്കുന്ന ഒരു കാഴ്ച. അതിന്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സ്പ്രിംഗ്ലർ മോഡൽ രീതിയിലുള്ള ഈ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ക്രമക്കേട് അഴിമതി എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഡാറ്റ തട്ടിപ്പ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള നിയമപരമായ കുറ്റമാണ്. ആ കുറ്റം ചെയ്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നുള്ളത് വലിയ രീതിയിൽ തെളിവുകൾ തന്നെയായി പുറത്തേക്ക് വരികയാണ്. അതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചൊരു പ്രത്യേക സമിതിയുണ്ട്. ആ സമിതി അംഗങ്ങൾക്ക് ഇതിൽ പങ്കുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് വകുപ്പ് മേധാവി എന്ന നിലയിൽ പങ്കുണ്ട്. അതുമാത്രമല്ല ഒരു സർക്കാർ ആണ് ഈ ഒരു കരാർ കൊടുത്തിട്ട് സ്വാഭാവികമായും വിവിധ വകുപ്പുകൾക്കും മുഖ്യമന്ത്രിക്കും ഇതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. യാതൊരു രീതിയിലും പഠനം നടത്താതെ അന്വേഷണം നടത്താതെ ഒരു കരിമ്പട്ടികയിൽപ്പെടുത്തി അതും വിവിധ സർവകലാശാലകൾ ഒഴിവാക്കി അവർ കരാർ എടുത്തതിന് ശേഷം പോലും ഒഴിവാക്കിയ ഒരു കമ്പനിയെ ഇത്തരത്തിൽ കരാർ നൽകുമ്പോൾ ആ കരാർ പാലിക്കേണ്ട കരാറിൽ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. ആ രീതിയിൽ ഒന്നും തന്നെ പരിശോധിക്കാതെയാണ് സർക്കാർ ഇത്തരത്തിലൊരു നടപടി ചെയ്തിരിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുൻപിലേക്ക് പരാതികൾ എത്തുന്നുണ്ട്. പരാതിയിൽ ഗവർണർ സ്വീകരിക്കുന്ന നടപടികൾ കൂടി നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം പല രീതിയിൽ പല ഘട്ടങ്ങളിൽ സർവകലാശാലകളിൽ കടന്നു കയറാനുള്ള CPM-ന്റെയും സർക്കാരിന്റെയും ഒക്കെ നീക്കങ്ങൾക്ക് തടയിട്ടത് ഗവർണറാണ്. സ്വാഭാവികമായും ഈ കരാറിലടക്കം ഒരു ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ നടപടികൾ നീക്കങ്ങൾ നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ആശങ്കയോടെ തന്നെയാണ് വിദ്യാർത്ഥികൾ തുടരേണ്ടത്. ഉന്നത വിദ്യാഭ്യാസ മേഖല കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രീതിയിലുള്ളൊരു അഴിമതിയും ഒപ്പം തന്നെ ഒരു തട്ടിപ്പുമാണ് ഈ ഒരു രീതിയിൽ നടന്നിട്ടുള്ളത്. അതിൽ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലെ ആയിരക്കണക്കിന് കണക്ക് നമ്മൾ പരിശോധിക്കാൻ ഏകദേശം 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഡാറ്റയാണ്. അതിപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അടക്കമുള്ള 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഡാറ്റ അങ്ങനെ ഒരു കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിയിലേക്ക് പോവുകയാണ്. അതിന് കൂട്ടുനിൽക്കുന്നതാകട്ടെ സംസ്ഥാന സർക്കാർ എന്ന ആശങ്കാജനകമായ കാര്യമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. അനു. അതെ ശാലിനി, അത് മാത്രമല്ല നമുക്കറിയാം ഇത് ഭാവിയിൽ എത്രത്തോളം ദോഷം ചെയ്യും എന്നുള്ളതും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെൻഡർ ക്ഷണിക്കാതെ കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനി, ഇതിന് മുൻപുള്ള അനുഭവ സമ്പത്തെല്ലാം തന്നെ പാടെ എല്ലാ കാര്യത്തിലും പിഴവുകൾ സംഭവിക്കുന്ന രീതിയിൽ തന്നെയാണ്. എന്തായാലും ഈ പദ്ധതിയിലൂടെ കുട്ടികളുടെ ഡേറ്റകൾ കൈമാറി എന്ന് മാത്രമല്ല ഇതുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ ഇത് വിദ്യാർത്ഥികളുടെ ഭാവിക്ക്, അതായത് ഇവരുടെ പരീക്ഷാ ഫീസ് അടക്കം കുത്തനെ ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക്, വിദ്യാർത്ഥികളെ പിഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതുമാണ് ഇപ്പോൾ ഉയരുന്ന വലിയ ആശങ്ക. അതുതന്നെയാണ് രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ പരീക്ഷാ നടത്തിപ്പ് പൂർണ്ണമായും ഈ ഒരു കമ്പനി ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും പരീക്ഷാ ഫീസ് നമ്മുടെ കൈകളിലേക്ക് നിൽക്കില്ല. ഇപ്പോൾ തന്നെ പല സർവകലാശാലകളിലും പരീക്ഷാ ഫീസ് കൂടുതലാണ് എന്ന ആക്ഷേപം ഉയർത്തിക്കൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും അത് നമ്മൾ കണ്ടതുമാണ്. സ്വാഭാവികമായും സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഒരു കമ്പനിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുമ്പോൾ നിയന്ത്രണം പൂർണ്ണമായും അവരുടെ കൈകളിലായിരിക്കും. പരീക്ഷാ ഫീസ് വർദ്ധിപ്പിക്കാൻ, മാർക്ക് ലിസ്റ്റ് പുറത്തിറക്കുന്ന കാലതാമസം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ഏതൊക്കെ രീതിയിലായിരിക്കണം. ഇപ്പോൾ പോകുന്ന പോലെ ക്രെഡിറ്റ് സെമിസ്റ്റർ രീതിയിൽ നിന്നൊക്കെ ഒരുപക്ഷെ പരീക്ഷകൾ മാറാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിൽ സ്വമേധയാ തീരുമാനമെടുക്കാൻ കമ്പനിക്ക് പൂർണ്ണ അവകാശമുണ്ട്. കരാർ നൽകിയതിനു ശേഷം അതിലിടപെടാൻ സർക്കാരിന് കഴിയാതെ വരും. അങ്ങനെയെങ്കിൽ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാക്കി. ഇപ്പോൾ തന്നെ പല സർവകലാശാലകളിലും VC-മാർ ഇല്ലാത്തത് ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ അടക്കം വിതരണം ചെയ്യുന്നതിലും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞ് അടുത്ത തലത്തിലേക്ക് ബിരുദാനന്തര ബിരുദത്തിനും മറ്റുമൊക്കെ പോകുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ വൈകുന്നതിലടക്കം ആശങ്കകൾ വിദ്യാർത്ഥികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ ABVP അടക്കം അത് പ്രകടിപ്പിക്കുകയും ഗവർണർക്ക് മുൻപിലേക്ക് അത് പരാതിയുമായൊക്കെ ചെന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് അടിയന്തരമായി താൽക്കാലികമായിട്ടൊക്കെ പല സർവകലാശാലകളിലും ഗവർണർ താൽക്കാലിക VC-മാരെ നിയമിക്കുകയും ചെയ്തത്. ഈ ഘട്ടത്തിൽ ഇനിയൊരു സ്വകാര്യ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ അത് പരീക്ഷാ ഫീസിനെ ബാധിച്ചേക്കാം. വലിയ രീതിയിൽ അത് വിദ്യാഭ്യാസ മേഖലയും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകിടം മറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതിൽ സംശയമില്ല. എന്നാലും ആശങ്കയോടെയാണ് ഓരോ വിദ്യാർത്ഥികളും ഇതിനെ കാണുന്നത്. അതേസമയം തന്നെ ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ ഒരു കരാർ നൽകിയതിനു ശേഷം വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരടക്കമുള്ളവർ ഇതിൽ ആശങ്കകൾ അറിയിച്ചിരുന്നത് മാത്രമല്ല യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥരടക്കം ചില ഉദ്യോഗസ്ഥർക്കെങ്കിലും ഈ ആശങ്ക ഉണ്ടായിരുന്നു. അവരടക്കം ഈ ആശങ്ക സർവകലാശാലകളിലും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും ഈ ആശങ്ക പ്രകടിപ്പിച്ചു. പക്ഷെ അവരുടെ ഒന്നും ആശങ്കകൾ പരിഗണിക്കാതെയാണ് ഒരു കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിയെ ഇത്രയധികം വലിയ ഒരു കരാർ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്രയധികം
സാമ്പത്തികം വലിയ രീതിയിലുള്ള തട്ടിപ്പിന് മറയാക്കുന്നത് എന്നുള്ളതാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് കൃത്യമായും പങ്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കരാറുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ വായിക്കുമ്പോൾ ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എന്തൊക്കെ രീതിയിൽ കൈകഴുകാൻ സർക്കാർ ശ്രമിച്ചാലും ഈ ഒരു വലിയ രീതിയിലുള്ള തട്ടിപ്പിൽ നിന്ന് അവർക്ക് ഊരാൻ കഴിയില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ശക്തമാവുകയും ചെയ്യുന്നത്. ശരി, സംസ്ഥാനത്ത് സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ഒരു ഏകജാലക സംവിധാനം ഒരുക്കാനായി കേറിപ്പ് പദ്ധതിക്ക് കളമൊരുങ്ങുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ അസാപ്പ് കേരളയെ മുൻനിർത്തി കരിമ്പട്ടികയിൽപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറ്റം നടത്താനിരിക്കുന്നത്. ഇത് UDF-ന്റെ കാലത്ത് ആരംഭിച്ചതായിരുന്നു ഈ അസാപ്പ് എന്ന സ്ഥാപനം. അത് പിന്നീട് കമ്പനിയാക്കിയത് ഈ ഡേറ്റ തട്ടിപ്പിന് കളമൊരുക്കാൻ മാത്രമെന്നാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഇതിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണം ഉണ്ടായിരുന്നു എന്ന ആരോപണം ശക്തമാവുകയാണ്.